സ്വർഗവും ഭൂമിയിൽ വന്നിരിക്കുന്ന ബലവാൻ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാകുന്നു. പിതാവേ ദൈവമായ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിനെ മഹത്വപ്പെടുത്തുന്നു. സന്നിധി ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ വിലകീറ്റ അടിയങ്ങളെ വിവിധ ഭവനങ്ങളിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്നും കൊടുത്ത് വിളിച്ചു വരുത്തിയിരിക്കുന്നതിനാൽ അങ്ങേക്ക് മഹത്വം കരയറ്റുന്നു. കർത്താവേ, ഞങ്ങളെല്ലാവരും അവിടുത്തെ സൃഷ്ടിയാകുന്നുവെന്നും മനുഷ്യൻ ഏകനായിരിക്കുന്നല്ല എന്ന് പറഞ്ഞ് തുണയെ നൽകിയ ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഏർപ്പെടുന്നതായ കൂദാശ ദൈവികമായ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ ഇരുവരും തമ്മിൽ ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ പ്രതിജ്ഞയെടുത്ത് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം പരസ്പരം സ്നേഹിക്കുവാനും അന്യോന്യ ഭാരങ്ങളെ ചുമക്കുവാനും ദൈവമാകുന്നു ഞങ്ങളുടെ മധ്യസ്ഥനെന്ന് തിരിച്ചറിയുവാനും ഞങ്ങൾ പരസ്പരമല്ല നിബന്ധനകൾ ഉണ്ടാക്കിയിരിക്കുന്നത്, മറിച്ച് ദൈവവും തങ്ങളുമായുള്ള ഒരു വലിയ ഉടമ്പടിയുടെ ഭാഗമാണ് ഈ വിവാഹമെന്ന് തിരിച്ചറിയുവാനും ദൈവയുടെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ. ഇത് ഒരു ശരീരമായി തീരുമാറാകണമേ. ആത്മാവിലും ജീവിതത്തിലും മനസ്സിലുമൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുവാനും ജീവിക്കുവാനും സന്നിധിയാക്കണമേ. ഈ മക്കളെയും ശാസ്ത്രക്കാരെയും സകലരെയും മുമ്പാകെ നടത്തി പ്രാർത്ഥിക്കുന്നു. സൽക്കാരങ്ങളെ, അതിഥികളെ, കൂടിവരവുകളെ ആഗ്രഹിക്കുന്നതായ എല്ലാ പ്രവർത്തനങ്ങളെയും മുമ്പാകെ സമർപ്പിക്കുന്നു.
ചന്തമായി കുട്ടികളെന്നാലും ചെയ്യുക പരിശുദ്ധാത്മാവ് ഞങ്ങളെ വഴിമാറേണ്ടത് കുറവുകളെ ദോഷങ്ങളെ പ്രതി ക്ഷമിക്കണമേ. ഈ ഭവനത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കിടക്കയിലെ മാതാവിനെ, സകലരുടെയും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഈ മംഗളകർമ്മത്തിന് തുണയാകും. ദൈവമേ സഹായിക്കണമേ.
Bye.
മിശിഹായുടെ വലത്ത് കൈ കരുണയോടെ നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള മോതിരത്തോടു കൂടി അവിടുത്തെ അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ വലങ്കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. അനുഗ്രഹപൂർണമായ വലത്ത് കൈ അദൃശ്യമായ നിലയിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധാശ്ലീഹന്മാർ എന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് വിവാഹ നിശ്ചയത്തിനുള്ള മോചനം പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയസന്തോഷത്തോടും കൂടി പിതാവിന് പുത്രനും പരിശുദ്ധ റൂഹായി പരിപാടുകയും ചെയ്യുമാറാകട്ടെ. സന്തോഷത്തിൽ തന്നെ മസിയാമൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാദിച്ച് കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിൽ നീതിയിൽ സമ്പൂർണ്ണനാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിവാഹത്തെ അലങ്കരിക്കുകയും ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിന്റെ റിബേക്കാടെയും വിവാഹം ചെയ്ത് സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതക്ഷയമായ സ്നേഹഭൂഷണങ്ങൾ മനോഹരഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമേറിയ വെളിപ്പിൻമുദ്രകൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യബന്ധവും ചേർച്ചയും നിന്റെ ഭീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവമായ സംഗതിയാക്കേണ്ടത് സകല കപട സ്നേഹത്തെ ഇവരും നീക്കിക്കളയും. അന്യോന്യസ്നേഹിപ്പാനായ സ്നേഹാഗ്നി കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ ചലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശംസാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതയാരുടെ മനസ്സാട്ടി നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന സൂയാക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവരെ സംരക്ഷിച്ചുകൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ നന്മനമാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നല്ല കാര്യങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് സ്വർഗത്തിൻ്റെ ഭൗമിക പതിപ്പാണ് കുടുംബം എന്നുള്ളത്. ആ കുടുംബത്തിൻ്റെ രാജകുമാരനായും രാജകുമാരിയായും വളർന്നു വന്ന രണ്ടുപേർ കുടുംബത്തിൽ രാജകീയമായ പദവിയിലേക്ക് പ്രവേശിക്കുന്ന
അഭിഷേകത്തിന്റെ ശുശ്രൂഷയാണ് വിവാഹ ഉല്ലാസം. നമ്മളെല്ലാവരും ഓരോ കുടുംബ ജീവിതത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരാണ്. ഈ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥനാപൂർവ്വം അനുഗ്രഹങ്ങൾ നൽകുന്നതിനായി ദൈവകരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നതിനായിട്ടാണ് നമ്മൾ എല്ലാവരും ഈ ദേവാലയത്തിൽ ആയിരിക്കുന്നത്. നമ്മുടെ ദൈവകരുണ യാചിച്ചുകൊണ്ടുള്ളതായ ഈ പ്രാർത്ഥനകളും ശുശ്രൂഷകളും സ്വർഗീയ നന്മകൾ ഈ കുഞ്ഞുങ്ങളിൽ ഇറങ്ങി വരുവാൻ ഇടയാകട്ടെ. ദൈവനന്ദനം എല്ലാവരും കരുണ ചെയ്യട്ടെ. പ്രാർത്ഥനകൾ ശുശ്രൂഷകൾ ദൈവസന്നിധിയിൽ സ്വീകാര്യമായി തീരട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയും നമ്മളെല്ലാവരും ഓരോ കുടുംബ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തെ വിലയിരുത്തുവാനും നമ്മുടെ കുടുംബ ജീവിതത്തിൽ കുറെ കൂടെ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാനും ഓരോ പ്രാർത്ഥനകളും ഓരോ കൗതാസികമായ അനുഷ്ഠാനങ്ങളും നമുക്ക് ഇടയാകും. ആ നിലയിൽ ഇന്ന് ഈ ഉദാസി പങ്കുചേരുമ്പോൾ നമുക്കും ദൈവാനുഗ്രഹം പ്രാപിക്കാൻ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ കുടുംബ ജീവിതത്തിലേക്ക് കുഞ്ഞുങ്ങൾ പ്രവേശിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഉപദേശമാണ്. അതോടൊപ്പം തന്നെ നാം ഓരോരുത്തരുടെയും കുടുംബ ജീവിതത്തെ കുറെ കൂടെ ശ്രദ്ധമാക്കുവാൻ ധന്യമാക്കുവാൻ ചില ഉപദേശങ്ങൾ നൽകുവാൻ തക്കവണ്ണം 3 കാര്യങ്ങൾ വളരെ ചുരുക്കമായിട്ട് പറയാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം ദൈവം ആദമിനെയും ഹവ്വയെയും തക്കത്തുണയാണ് ഏദൻ തോട്ടത്തിൽ കുടുംബജീവിതത്തിന് തുടക്കം കുറിക്കുന്ന അനുഭവം നമുക്കറിയാം. താങ്കളും തണലും ജീവിതത്തിൽ എല്ലാമായി നിൽക്കേണ്ടുന്നവരാണ് കുടുംബജീവിതത്തിൽ ദമ്പതികളുള്ളത്. ഈ ദമ്പതികളാകുന്ന അനുഗ്രഹീതമായ തൂണുകളിലൂടെയാണ് ഒരു ഭവനം നിലനിൽക്കുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങളുണ്ടായ, ദാമ്പത്യ ബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളതായ അകലങ്ങളുണ്ടായാൽ, ദാമ്പത്യ ബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിള്ളലുണ്ടായാൽ അത് ഭവനത്തിന്റെ കുടുംബത്തിന്റെ ശിഥിലീകരണത്തിന് കാരണമാവുകയും അതുകൊണ്ട് ദാമ്പത്യ ജീവിതം ശക്തമാക്കുക എന്നുള്ളതാണ് ഏറെ അനിവാര്യമായിരിക്കുന്ന കാര്യം. ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് ധാരാളം ആത്മീയമായ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് ചില മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ ഈ വേളയിൽ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. ആദ്യമായിട്ട് ദാമ്പത്യ ജീവിതത്തെ ഒരു ഘടന എന്ന നിലയിൽ നിർവചിച്ചത് സാൽവഡോർ മിനൂഷ്യൻ എന്ന് പറയുന്ന ഒരു അർജന്റീനിയൻ സൈക്കോളജിസ്റ്റ്. ഫാമിലി എന്നത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു ഘടനയാണ്, ഒരു സ്ട്രക്ചറാണ്. ധാരാളം കാണുന്നതും കാണപ്പെടാത്തതുമായ ഘടകങ്ങളാൽ ശക്തമാകുന്ന നിലനിൽക്കുന്ന ഒരു ഘടനയായിട്ടാണ് ഫാമിലി, കുടുംബത്തെ അദ്ദേഹം നിർവചിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ചിന്തയിലേക്ക് അങ്ങനെ ഒരു ഘടനാപരമായ ചിന്തയിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന ആഡം മാർഷൽ എന്ന് പറയുന്ന ഒരു സോഷ്യൽ സൈക്കോളജിസ്റ്റിന്റെ ചിന്തയിൽ നിന്നാണ്. അദ്ദേഹമാണ് ഈ ഒരു ആശയം മുമ്പോട്ട് വെക്കുന്നത്. അതിൽ നിന്നാണ് പിന്നീട് കുടുംബത്തിന്റെ ഘടന എന്ന നിലയിൽ സാൽവഡോർ മിനൂഷ്യൻ നിർവചിക്കാൻ തക്കോടെ ശ്രമിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെടുത്തി അതിനോട് ചേർന്ന ആത്മീയതയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ 3 ആശയങ്ങൾ പറയാൻ തക്കോണം ആഗ്രഹിക്കുന്നത്. കുടുംബത്തെ, ഒരു ഭവനത്തെ നമുക്കറിയാം എല്ലാത്തിനും ഓരോ സ്ട്രക്ചറുണ്ട്. ഞാൻ ഇവർക്ക് പ്രീമാരിറ്റൽ കൗൺസിലിംഗിൽ ക്ലാസ് എടുത്ത ഒരു സെഷൻ ഞാൻ എടുത്തത്, അതുകൊണ്ട് ആ സമയത്ത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലാണ് എല്ലാത്തിനും ഒരു ഘടനയുണ്ട്. ഈ പള്ളിയെ പള്ളിയാക്കുന്ന ഒരു ഘടനയുണ്ട്. നമ്മുടെ ശരീരത്തിന് ഒരു ഘടനയുണ്ട്. ഈ ശരീരത്തിന് പൂർണ്ണത നൽകുന്നതിന്റെ ഘടനയാണ്. ഈ ഘടനയ്ക്ക് മാറ്റമുണ്ടായ അംഗവൈകല്യം വന്നു അല്ലെങ്കിൽ ഇടിഞ്ഞു പോയി നോക്കിയാൽ ഈ കെട്ടിടത്തിന്റെ ഏത് ഭാഗത്തിൽ ഏതെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ ഇടിഞ്ഞു പോയി തകർന്നു പോയി എന്നതുപോലെ എപ്പോഴും ഒന്നിന്റെ നിലനിൽപ്പെന്ന് പറയുന്നത് അതിന്റെ ഘടനാപരമായ വസ്തുതയാണ്. ഒരു കുടുംബത്തിനും ആ
കുടുംബത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായിരിക്കുന്ന 3 ഘടകങ്ങളുണ്ട്. ധാരാളം ഘടകങ്ങളുണ്ട്, പക്ഷെ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 3 ഘടകങ്ങളുണ്ട്. ഏതൊരു സ്ട്രക്ചറിനും ഏതൊരു ഘടനയ്ക്കും അനിവാര്യം എന്ന് പറയുന്നത് അതിന്റെ ഫൗണ്ടേഷനാണ്, അടിസ്ഥാനം. അടിസ്ഥാനം നന്നായാൽ എല്ലാം നന്നാകും. അടിസ്ഥാനം മോശമായാൽ അതിന് മുകളിൽ എത്ര ശക്തമായി എന്ത് കാര്യങ്ങൾ പണിതാലും അത് തകർന്നു പോവുകയോ അതുകൊണ്ട് പ്രയോജനമില്ലാതെ പോവുകയോ. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കുടുംബത്തിന്റെ അടിസ്ഥാനം ശക്തമാക്കാൻ കൊണ്ടുവിടെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടിസ്ഥാനം എങ്ങനെയാണ് ശക്തമാക്കുക? അടിസ്ഥാനം എന്താണ്? ഒരു ഭവനത്തിനും അടിസ്ഥാനമിടുമ്പോൾ പാറമേൽ അടിസ്ഥാനമിടുക എന്നാണ് പറയുന്നത്. കർത്താവ് തന്നെ പറയുന്നത്, ബുദ്ധിമാനായ മനുഷ്യനെ കുറിച്ച് പറയുന്നത്, ആഴത്തിൽ കുഴിയെടുത്ത് പാറമേൽ വീട് പണിയുന്നവരാണ് ബുദ്ധിമാൻ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ പാറ എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവമാകുന്ന അടിസ്ഥാനത്തിന്മേൽ വീട് പണിതാൽ, ദൈവമാകുന്ന അടിസ്ഥാനത്തിന്മേൽ കുടുംബജീവിതം പണിതാൽ, ദൈവമാകുന്ന അടിസ്ഥാനത്തിൽ ദാമ്പത്യ ജീവിതം മുൻപോട്ട് പോയാൽ എന്തെല്ലാം കാര്യങ്ങൾ വന്നാലും ജീവിതത്തിൽ ഏതെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികൾ ഉണ്ടായാലും അതെപ്പോഴും അടിസ്ഥാന ശക്തമാകിയാൽ അതിനൊരു കുഴപ്പവും സംഭവിക്കുകയും. അതുകൊണ്ട് പ്രിയപ്പെട്ട രഞ്ജനോടും ജിജിയോടും എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ കുടുംബ ജീവിതം ദൈവത്തിൽ നിശ്ചിതമായി, ദൈവത്തെ മറന്ന് ദൈവാലോചനയില്ലാതെ, ദൈവകരുണ യാചിക്കാതെ, ദൈവാനുഗ്രഹങ്ങൾ സ്വീകരിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകാൻ തയ്യാറാകില്ല. നമ്മൾ ഓരോരുത്തരുടെയും കുടുംബ ജീവിതത്തിലും അത് തന്നെയായിരിക്കും. ദൈവാനുഗ്രഹമില്ലാതെ, ദൈവ സാന്നിധ്യങ്ങളോട് കൂടെ ഇല്ലാതെ നമ്മുടെ കുടുംബ ജീവിതം ശക്തമാകുകയില്ല, ഭദ്രമാകുകയില്ല. ഞാൻ സാധാരണ പറയുന്ന ഒരു ഉദാഹരണമാണ്. ഇവിടെ മിന്നു കെട്ടാൻ നൂല് തയ്യാറാക്കുന്നതിനെ കുറിച്ച് എല്ലാവർക്കും അറിവുള്ളത്. പ്രത്യേകിച്ച് മണവാളന്റെ വീട്ടിലാണ് മിന്നു കെട്ടാനുള്ള നൂല് തയ്യാറാക്കുന്നത്. തലേ ദിവസം അത്താഴ സദ്യക്ക് വേണ്ടി അതൊക്കെ ഉണ്ടോ ഇല്ലെന്ന് അറിയുന്നില്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അത്താഴ സദ്യക്ക് വേണ്ടി തയ്യാറാക്കുന്ന ചോറിൽ നിന്ന് 1-2 മണി എടുത്തിട്ട് മന്ത്രകോടിയിലെ നൂലെടുത്ത് മാറ്റിയിട്ട് അതിന് നമ്മുടെ കൗതാശികമായ ചില സംഖ്യകളൊക്കെ വെച്ചിട്ട് ആ സംഖ്യക്ക് അനുയോജ്യമായ നിലയിൽ ആ നൂല് ചോറ് തേച്ച് പിരിച്ചു വെക്കും. ഇല്ലേ? എന്തിനു വേണ്ടിയാണ് ഈ നൂല് ചോറ് തേച്ച് പിരിച്ചു വെക്കുന്നത്? ഈ നൂല് അഴിഞ്ഞു പോകരുത്, നൂലിന് ബലം കിട്ടും. ഇല്ലേ? അപ്പോൾ ഈ ചോറിന്റെ അനുഭവമാണ് ദൈവത്തിന്. ഈ ചോറ് തേച്ച് നന്നായിട്ട് പിരിച്ചു വെച്ചാൽ ആ നൂലിന് അത് ഇഴയേറ്റ് പോകുന്നുമില്ല, നൂലിന് ബലം കിട്ടുകയും. കുടുംബജീവിതം ദൈവം എന്ന അടിസ്ഥാനത്തിൽ പണിതാൽ ഇനി ഏതെല്ലാം പ്രയാസങ്ങളിലും, കുടുംബജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്ത ജീവിതം സ്വപ്നം കാണുന്നല്ലോ. ഇപ്പോഴൊക്കെ കാണുന്ന ഈ സന്തോഷമൊക്കെ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളൊക്കെ വർദ്ധിച്ചു വരും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായാലും, കാറ്റ് കൂടിയാലും, കോട് വർദ്ധിച്ചാലും, ഇടിയും മിന്നലോടും കൂടെ മഴ പെയ്താലും, പാറമേൽ അടിസ്ഥാനമുള്ള വീടിന് ഒരു കുഴപ്പവും വരുന്നില്ല എന്നതുപോലെ കുടുംബജീവിതം ദൈവം എന്ന അടിസ്ഥാനത്തിൽ പണിതാൽ ഒരു പ്രയാസമാകുകയില്ല, ഒരു പ്രതിസന്ധിയാകുകയില്ല, ഒരു പ്രതികൂല സാഹചര്യവും നിങ്ങളെ ബാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവം എന്ന അടിസ്ഥാനത്തിൽ ഭവനം പണിയാൻ തയ്യാറാണ്. രണ്ടാമതായി, ഒരു കെട്ടിടത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ കാര്യമാണ് ചുവർ അല്ലെങ്കിൽ ഭിത്തി എന്ന് പറയുന്നത്. ഈ ഭിത്തി എന്ന് പറയുന്നത് ഈ ഭവനത്തെ നിലനിർത്തുന്ന ഘടകമാണ്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ എതിർത്ത് നിൽക്കാത്ത ഗവണ്ണം പ്രാപ്തി നൽകുന്നത് അതിന്റെ ചുവരുകളാണ്. ഈ ചുവരെന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹം എന്ന ചുവരിലായിരിക്കണം വീട് പണിതുയർത്തേണ്ടത്. സ്നേഹമില്ലായെങ്കിൽ നിങ്ങളിനി അതിന് മുകളിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താൽ, അതിനോട് ചേർത്ത് എന്തെല്ലാം മനോഹാരിതമായ വസ്തുതകൾ ചേർത്ത് വെച്ചാലും ചുവര് ശക്തമല്ലെങ്കിൽ ആ വീടിന്റെ ബലമാണ് പറയുന്നത്, ഘടനയുടെ ബലമാണ് പറയുന്നത്. ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ ശക്തിയും നൽകേണ്ടത്, എല്ലാ എനർജിയും നമുക്ക് ഉണ്ടാകേണ്ടത് നമ്മുടെ പ്രാർത്ഥനയിലൂടെയാണ്. പ്രാർത്ഥനയില്ലാത്തവൻ ബലമില്ലാത്തവനാണ്, പ്രാർത്ഥനയില്ലാത്തവൻ ശക്തിയില്ലാത്തവൻ. അതുകൊണ്ട് പ്രാർത്ഥനയുണ്ടായാൽ ഏതെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളുണ്ടായാൽ നിങ്ങൾക്ക് അതിനെയൊക്കെ തരണം ചെയ്യുവാനുള്ള കഴിവുണ്ടാകും, ആത്മബലമുണ്ടാകും, മനോവീര്യം ഉണ്ടാകും. അതുകൊണ്ട് പ്രാർത്ഥനയും ജീവിതത്തിന്റെ അനിവാര്യതയാണ് എന്ന് തിരിച്ചറിയുക. ഈ 3 കാര്യങ്ങളോട് ചേർത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നോളൂ. പക്ഷേ ഈ 3 കാര്യങ്ങൾ
പ്രധാനമായിട്ടും നിങ്ങളുടെ കുടുംബം എന്ന ഘടനയ്ക്കുണ്ടാകണം. ഒരു വീടിനെ നിലനിൽക്കുന്നത്, ഈ ദേവാലയം നിലനിൽക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന 3 കാര്യങ്ങളാണ്. അടിസ്ഥാനം, 2 ചുവര്, 3 വേരുകൾ. ഈ 3 എന്താണ് കുടുംബജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അടിസ്ഥാനം ദൈവമാകണം, സ്നേഹമാകണം, ചുവര് പ്രാർത്ഥനയാകണം, വേരുകൾ. തീർച്ചയായും എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. സൗഭാഗ്യകാലങ്ങളും ആശ്വാസത്തിന്റെ നിരന്തരങ്ങളും സമൃദ്ധിയുള്ള സംവത്സരങ്ങളും ദൈവമായ മാതാപിതാക്കൾക്ക് നൽകി അനുഗ്രഹീതമായ ജീവിതാനുഭവങ്ങളിലൂടെ, സാക്ഷ്യമുള്ള ജീവിതാനുഭവങ്ങളിലൂടെ ദൈവം നിങ്ങളെ നടത്തട്ടെ. ഇവിടെ സ്ത്രീകളായിരിക്കുന്ന നിസ്സരരായ വൈദികരുടെ പ്രതിനിധിയായ നിങ്ങൾക്ക് പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും തീരുമാനങ്ങൾ വന്നിരിക്കുന്ന ഈ ജനസമൂഹത്തിന്റെ പ്രതിനിധിയായി എല്ലാ പ്രാർത്ഥനാശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തപ്പെടുകയും Amen.
നിനക്ക് തുല്യമായ നിമിത്തം ഞങ്ങളെല്ലാം ദയ തോന്നി തിരുസന്നിധിയെ ഞങ്ങളെ തിരികെ വരുത്തുകയും തന്മന്യമായി പോലും ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത ഓരോരുത്തരും കർത്താവേ, എല്ലാ ദേശങ്ങളും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് പേരാൽ വസിക്കുന്നവരുമായ നിന്റെ ദാസനെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായ കർണകളിൽ ദൈവികതകളിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികൾക്കും ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. ഇവരെ കാത്ത് നയിച്ചുകൊള്ളണമേ. സ്വർഗ്ഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. മക്കളെ, നിങ്ങൾ കർത്താവിനോട് മാതാപിതാക്കന്മാരെ അനുസരിപ്പിക്കും. എന്തെന്നാൽ നിങ്ങൾ വരുവാനും ഈ ഭൂമിയിൽ ദീർഘായുസായിരിക്കുവാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകും.
നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളുടെ ദുഃഖങ്ങളെ നീക്കി കളയുകയും ചെയ്യട്ടെ.
അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിലവിലെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോവിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കുമാറാകട്ടെ. പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിൽ വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നമാക്കുകയും ആ പാപനിയോടെന്നതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. പരിശുദ്ധമായും സുനിധരിച്ച ഭാഗ്യമോ ഹോഷോ അബകുലസുബാൻ ലവൽമീ.
ഈ കൽപ്പനകൾ നിങ്ങൾക്കെല്ലാമായിട്ടുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ സ്വന്തം മക്കളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദൈവമുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവിന് അങ്ങനെ ഭാര്യ ധരിപ്പാട് നൽകണം. സ്വപ്രവണത്തെ പോലെ ഭാര്യ ഭർത്താവിനെ ഭർത്താവിനോട് വർദ്ധിക്കണം. ഭർത്താവ് വിശുദ്ധനായ ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യ ന്യായമായ പ്രകാരം ഭർത്താവ് നിർവഹിക്കുവാൻ കടപ്പുള്ളതാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ വർദ്ധിക്കണം. Oh
വിശ്വാസികളായ അവൻ തന്നെ ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും വിശുദ്ധരുമായ ദൈവമേ, അടിയങ്ങളോടുകൂടെ പ്രാർത്ഥനയുടെ സുഭാസമായി കേൾക്കപ്പെടുന്നതുമാകട്ടെ. ആമേൻ. ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം. ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം. നവദമ്പതികളെ മംഗളാശംസകൾ. നവഭവനം പണിതീടാ മംഗളാശംസകൾ. നവദമ്പതികളെ മംഗളാശംസകൾ.
സന്തോഷത്തിലായിട്ട് എല്ലാവരും കൂടെ കടന്നു വന്നിരുന്നു ഭവനത്തിൽ ഇതിലെ ഒരു പ്രാവശ്യം ഇവിടെ തലവഴക്കുമ്പോൾ അവസരം തന്നതിനായി ഞങ്ങൾ ഇത് കുടുംബങ്ങളെ അവിടുന്ന് വാഴ്ച അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജനജനെയും ജീവിത പങ്കാളിയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. അവിടുന്ന് അനുഗ്രഹിക്കണം, സഹായിക്കണം, നന്മകളാൽ നിറയ്ക്കണം കർത്താവേ. അബ്രഹാമിന്റെ ഇസാക്കിന്റെ യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവമേ, കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാണെന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നന്മകളാലും അനുഗ്രഹങ്ങളാലും ഒക്കെ നിറയ്ക്കണം കർത്താവേ. അവരുടെ ഭാവി കാര്യങ്ങളിലൊക്കെ ദൈവസാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മാതാവ്. എൻ്റെ വൈദ്യുതി കടന്നു പോകുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവനോട് കൂടെ ഉണ്ടായിരിക്കുമാറാകണമേ. കടന്നു വന്ന എല്ലാവരെയും തൃക്കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവേ. അവരുടെ സന്തോഷത്തോടും സമാധാനത്തോടും പ്രാർത്ഥനയോടൊപ്പം കൂടെ കർത്താവയുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അവിടുന്ന് ദൈവമേ സഹായിക്കുമാറാകുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വന്ന എല്ലാവരെയും ഞങ്ങൾ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. എല്ലാവരും കുടുംബത്തിലെ അംഗങ്ങളാണ് ഞങ്ങൾ അറിയുന്നത്. അവിടുന്ന് ദൈവത്തിൻ്റെ നിശ്ചയമാണ്, തക്ക സമയത്ത് നടക്കുവാണ്. ദൈവമേ സഹായിച്ചാൽ ഞങ്ങൾ നന്ദിയോടെ തുണിക്കുന്നു കർത്താവേ. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും എല്ലാ കാര്യങ്ങളിൽ നിന്നും എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തു സൂക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സമാധാനവും സ്വസ്ഥതയില്ലാത്ത ലോകത്താണ് അവർ ജീവിക്കുന്നത് എങ്കിലും ദൈവ സാന്നിധ്യം എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നന്മകളാലും നിറച്ചാട്ട് കർത്താവേ. പരമായിട്ട് ഞങ്ങളെ ഒരുക്കണമേ. കടന്നു പോകുന്നു വാഹനങ്ങളെയൊക്കെ നിയന്ത്രിച്ചുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരമായിട്ട് ഞങ്ങളെ ഒരുക്കണം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ താഴ്മയും ഇനിയായിട്ട് അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാറായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളെ